ഇപ്പോൾ വരുന്നൊരു വാർത്ത. കോഴിക്കോട് മുന്നറിയിപ്പില്ലാതെ ലോഡ് ഷെഡിംഗ്. രാത്രി 7 മണി മുതലാണ് നിയന്ത്രണം തുടങ്ങിയത്. അടിയന്തര സാഹചര്യത്തിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നതെന്നാണ് KSEBയുടെ വിശദീകരണം. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. രാഹുൽ, അപ്പോൾ ഇത് ലോഡ് ഷെഡിംഗ് ആണ്, നിയന്ത്രണമാണെന്നുള്ളത് KSEB സമ്മതിക്കുന്നുണ്ട്. എന്താണ് ഈ അടിയന്തര സാഹചര്യം ഇത്ര സമയം ഈ ചൂടത്ത് ബുദ്ധിമുട്ടിച്ചുകൊണ്ട്? ഗൂഗിൾ മലബാറിലെ വിവിധ ജില്ലകളിൽ മുന്നറിയിപ്പില്ലാതെ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാണെങ്കിലും കോഴിക്കോട് ജില്ലയിൽ ഇന്ന് രാത്രി 7 മണി മുതലാണ് മുന്നറിയിപ്പില്ലാതെ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ KSEBയിൽ വിളിച്ചപ്പോൾ അവർ പറയുന്ന അനുസരിച്ച് അടിയന്തര സാഹചര്യം വന്നു, അതുകൊണ്ട് 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ നിയന്ത്രണം ഏർപ്പെടുത്താൻ തങ്ങൾക്ക് ഉത്തരവ് ലഭ്യമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ഇടവേളകളിൽ ഇപ്പോൾ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ മുന്നറിയിപ്പില്ലാതെ ഏർപ്പെടുത്തിയിരിക്കുന്ന ലോഡ് ഷെഡിംഗ് ഏറ്റവും കൂടുതൽ വലയുന്നത് രോഗികളാണ്. കാരണം കീമോതെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സ നേടിക്കൊണ്ടിരിക്കുന്ന രോഗികൾ ഇപ്പോൾ വീടുകളിൽ കഴിയുന്നുണ്ട്. അവർക്ക് ഇത്തരത്തിൽ ഈ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടാകുന്നുണ്ട് എന്നാണ് അവർ തന്നെ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോഴും ഈ ലോഡ് ഷെഡിംഗ് തുടരുന്നുണ്ട്. കോഴിക്കോട് നഗരത്തിൽ ഉൾപ്പെടെ വൈദ്യുതി പോകുന്ന ഒരു രാഹുൽ തുടരുക. ഇപ്പോൾ ഷബാന കീമോതെറാപ്പി ചികിത്സയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഷബാന നമ്മളോടൊപ്പം ചെയ്യുന്നു. ഷബാന, എവിടെയാണ് വീട്? നിങ്ങൾക്ക് അവിടെ വൈദ്യുതി ഇപ്പോഴും ഇല്ലേ? ഇപ്പൊ 10:45 വന്നിട്ടുണ്ട്. അരമണിക്കൂർ പോകുമെന്ന് പറഞ്ഞിട്ട് 10 മണിക്ക് പോയിട്ട് ഇപ്പൊ അവസാനമായിട്ട് 10:45 വന്നിട്ടുണ്ട്. ഇനി ഉറങ്ങാൻ പറ്റുമോ എന്താന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഞാൻ ഇന്ന് കീമോ കയറ്റി വന്ന ആളാ. അതായത് ഞാൻ ഇന്ന് 3:30 മണിക്ക് ഇവിടുന്ന് പുറപ്പെട്ട് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ പോയി. അവിടുന്ന് അതെല്ലാം കഴിഞ്ഞ് 4 മണി 4:30 ആയിട്ടുണ്ട് വീട്ടിലെത്തി ഫ്രഷായി ഒന്ന് കിടക്കാനല്ലോ എന്ന് വിചാരിച്ച് ഈ ക്ഷീണം എന്താണെന്നുള്ളത് അത് കയറ്റിയ ആളുകൾക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അത് എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ക്ഷീണം അതിലേറെ, ബ്ലഡിന്റെ കുറവ് ശരീരത്തിന് നന്നായിട്ടുണ്ട്. അതിന്റെ കൂടെ വേർത്തിട്ട് ഡീഹൈഡ്രേറ്റ് ആവാണ്. അപ്പോൾ ഇതിന് ഉത്തരവാദി ആരാണ്? ഈ കാലഘട്ടത്തില് സൂര്യനിൽ വരെ ആളുകൾ എത്താൻ ശ്രമിക്കുമ്പോൾ നമ്മളെ കൊണ്ടുപോകുന്നത് ഏത് യുഗത്തിലേക്കാണ്? ഷബാന, ഒറ്റത്തവണ മാത്രമാണോ വൈദ്യുതി മുടങ്ങിയത്? അതല്ല അടിക്കടി വൈദ്യുതി നിയന്ത്രണം ഉണ്ടാവുന്നുണ്ടോ? 10 മിനിറ്റ് കൂടുമ്പോ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതൊന്ന് എന്റെ അമ്മായിമ്മന്റെ അനിയത്തിക്ക് ഓക്സിജന്റെ ഈ ഇതില്ലാത്തതുകൊണ്ട് മെഷീൻ വെക്കുന്നുണ്ട് കറണ്ടിന്റെ മുകളിൽ. അപ്പൊ ഇതുപോലെ ഓരോ വീടുകളിലും ഓരോ പേഷ്യന്റ് ഉണ്ട്, ചെറിയ ചെറിയ കുട്ടികളുണ്ട്. എന്താണ് ഇവർ അർത്ഥമാക്കുന്നത്? ഇന്ന് എനിക്ക് കറണ്ടിന്റെ ബില്ല് വന്നിട്ടുണ്ട്. ഞാനും ഭർത്താവും മാത്രമുള്ള വീട്ടില് 400 രൂപ വരേണ്ട സ്ഥാനത്ത് വന്നത് 600 700 എന്തോ 10 രൂപ ഏറ്റവും കുറയും. അപ്പോ ഞാൻ അതിന്റെ കൂടെ 100 സംതിങ് അഡീഷണൽ ബില്ലാണ്. ഇത് എന്താണ് അഡീഷണൽ ബില്ല് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അവര് ചോദിക്കുന്ന പൈസ മുഴുവനും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താ ഈ സർക്കാർ നമ്മളെപ്പോലുള്ള രോഗികളെ പരിഗണിക്കാത്തത്? തീർച്ചയായും KSEB ആണ് മറുപടി പറയേണ്ടത്. ഈ ഷബാന ഒരാളുടെ കാര്യമല്ല, ഈ വലിയ ചൂടത്ത് ഈ രാത്രിയിൽ ഇങ്ങനെ അടിക്കടി, അത് ഒന്നിലധികം തവണ മിനിറ്റുകളുടെ ഇടവേളകളിൽ 10 മിനിറ്റ് 15 മിനിറ്റ് കൂടുമ്പോൾ പലതവണ കറണ്ട് പോയി വൈദ്യുതി മുടങ്ങിയെന്നാണ് ഷബാന പറയുന്നത്. കീമോതെറാപ്പി ചികിത്സ കഴിഞ്ഞാണ് അത്രയേറെ ശരീരത്തിൽ ചൂട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അവരുടെ വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. ഏതായാലും KSEB തന്നെ സമ്മതിക്കുന്നുണ്ട് ലോഡ് ഷെഡിംഗ് ആണ്, നിയന്ത്രണമാണെന്ന്. ഏതായാലും ഈ രാത്രി മനുഷ്യരെ കിടത്തി ഉറക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.